ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈദിന് പോയ ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും സന്ദർഭമൊക്കെ ഇപ്പോഴാണ് ഒത്തു വരുന്നത്. കുറേ കാലത്തിന് ശേഷം നല്ലോണം ഒന്ന് ചിരിച്ചൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിലുള്ള അൽ ഉല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ ട്രിപ്പ് തുടങ്ങുന്നത് പെരുന്നാൾ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒരു ഉച്ചക്കായപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ നമ്മളൊരു 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഹറാത്ത് വ്യൂ പോയിന്റിലാണ്. ഇവിടെ നമ്മളൊരു സൺസെറ്റിനൊക്കെ എത്തും എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേനും സണ്ണൊക്കെ സെറ്റായി. നമ്മൾ പോയ സ്ഥലങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ കണ്ണിൽ കാണുന്ന ഭംഗിയൊന്നും ഫോണിൽ കിട്ടണില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഓൾഡ് സൂക്ക്, പിന്നീട് നമ്മൾ എലിഫന്റ് റോക്കിലോട്ടേക്ക് പോകും. എലിഫന്റ് റോക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോ നമ്മൾ എലിഫന്റ് റോക്കിൽ നിന്ന് എടുത്താട്ടോ. ഡാൻസ് ആണ്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും പോയി കിടന്നുറങ്ങി കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് ഉള്ളത് ഒരു മസ്റൻ്റെ ഉള്ളിലാണ് കേട്ടോ. മസ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൃഷിസ്ഥലമാണ്. അതായത് ഈ ഈത്തപ്പഴം, റുമാന്, ഓറഞ്ച് ഇങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സുകളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് മസ്റ. ഫ്രൂട്ട്സ് മാത്രമല്ല, നല്ല അടിപൊളി ഫ്ലവേഴ്സും ഉണ്ട്. ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹിന്ദിക്കാരനേനും ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ വയ്യേ വീഡിയോയിൽ ഇങ്ങനെ കാണാം കേട്ടോ. എനിക്ക് റൂം ഫ്രീ ആണ്. ഞാൻ 2 എണ്ണം കളക്കും. ഞാൻ പൈസ തരൂല. പഠിച്ചാനെ ഫുള്ള് കിളക്കണ എന്റെ കുട്ടിയാണ്. നമ്മക്കുള്ള റൂം ഫ്രീ. പണി അറിയാം. നടക്ക്, നിങ്ങൾ നടക്ക്, കപ്പിൾസ് ആയിട്ട് നടക്ക്. നമ്മള് ബാക്ക് എടുക്കുള്ളൂ. രണ്ട് സ്റ്റെപ്പ്. കണ്ണും കണ്ണും റുസ്തമോൾ റുസ്തമോൾ. ഫുള്ള് സൈത്തൂണെന്നാ പറയണേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതേനി. അപ്പം അത് വാങ്ങാൻ പോയ സമയത്ത് ഇവർ ലഞ്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. മക്കൾസൊക്കെ ഇവിടെ ഈ സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ട് ത്രില്ലടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ക്ലീൻ ആക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ബംഗാളി ക്ലീൻ ആക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുൾ മണ്ണാണ് ഗൈസ്. ഇപ്പം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്ലീൻ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പൊ വേറെ വേദിയിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ആദ്യം കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കിച്ചണിലേക്ക് വെച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ കിച്ചണിൽ കയറിയപ്പോ ഇതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഫുൾ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി എല്ലാ സാധനങ്ങളും ഉണ്ട്. ആകെ നമുക്ക് ഈ പ്രഷർ കുക്കർ മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. ഇവിടുത്തെ കിച്ചൺ അതിന് മെയിൻ ഹൈലൈറ്റ്. നല്ല വിശാലമായ കിച്ചണാണ്. എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സൊറൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റിയൊരു കിച്ചണാണ്. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിലൊന്നും അല്ല കേട്ടോ ഫുഡ് കഴിച്ചത് ഒരു വെറൈറ്റി സാധനത്തിലാണ്. ബീഫല്ലോ, മാനാണ്. അങ്ങനെ ദാ നമ്മളെ കുക്കിംഗ് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാള് ഇവിടെ മാനിറച്ചി കഴിക്കുന്നു, ഒരാള് ചിക്കൻ കട്ട് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല തകൃതിയായ പണിയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഹൈജീൻക്ക് വേണ്ടിയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇവരിതാ സ്വിമ്മിംഗ് പൂളിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വെള്ളം നിറയുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും. അപ്പോഴേക്കും ഇതാ കിച്ചണിൽ പാട്ട് കച്ചേരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി വെട്ടണ കണ്ടാലറിയാം പ്രൊഫഷണൽ കുക്കറാണ്. മോട്ടറാക്കിയപ്പോ ഇതാണോ? ഇതെന്ത് ചെടിയാ? ഡ്രസ്സുണ്ട്. ഒന്നും അറിയാത്തോണ്ട് എന്തും പറയാനോ. ഇനി നമ്മൾ പോണത് നെയ്ച്ചോറിലേക്ക് ഇടാനുള്ള നാരങ്ങ, ചെറിയ നാരങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ പട മൊത്തം പോണത്. എന്താ വാണ്ടി എടുത്തോളി റിസോർട്ടിന്റെ ഓണർ അടിപൊളിയാ. അടിപൊളി ഓറഞ്ച്, അടിപൊളി ഓറഞ്ച്, മാഷാഅല്ലാ. പക്ഷേ മധുരണ്ടോ? ഓ തിന്നോ.
ഇത് അത്തിപ്പഴാണ്. ആ അതാ അതാ അതാ. പഴുത്തല്ല, ഫുള്ള് ഉണങ്ങിയതാണുള്ളത്. പഴുത്തോല് പറിച്ചിട്ടുണ്ടാവും. ഹായ്, നാട്ടിലെ ചെമ്പരത്തി, ചെമ്പുമേര. ലൈമൂണൊക്കെ ഫ്രഷ് ഇവിടെ മാറ്റുന്നത് പറിച്ചതാണ്. ഈ റിസോർട്ട് ഉള്ളത് ഏക്കർ കണക്കിന് വലിയൊരു മസ്രന്റെ ഉള്ളിലാണ്. നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഈ മസ്രക്ക്. ആ കാണുന്ന കാരക്ക മരങ്ങളൊക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. നമ്മളിതിൽ കുറേ ഭാഗങ്ങൾ ഇനിയും കാണാനുണ്ട്. ഏറ്റവും വലിയ രസം എന്താ വെച്ചാല് ഈ റിസോർട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറൊരു ഫാമിലിയോ അല്ലെ നമ്മൾ അറിയാത്തൊരു ടീം ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഒരു ഫ്രീഡം ഉണ്ടാവില്ല. ഇനി ഇതിപ്പോ നമ്മളെ സ്വന്തം റിസോർട്ട് പോലെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ അങ്ങനെ ഉലാത്തി നടക്കുകയാണ് എല്ലാവരും. അങ്ങനെ ദാ നമ്മളെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ ഒരു വെറൈറ്റി സാധനത്തിലാണ്. ഇതാണ് ആ സാധനം. ഈ മസറയില് വാഴ ഉണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സൗദിയില് വാഴ കൃഷിയൊക്കെ കാണുന്നത്. ഈ വാഴന്റെ ഇലയില് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇന്നത്തെ ലഞ്ച് ഏതായാലും നല്ല നെയ്ച്ചോറും ബീഫ് വരട്ടിയതും മാൻ വരട്ടിയതും പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചിട്ട് എല്ലാരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ പോണത് ഒരു വെറൈറ്റി സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ പോണത് ദ വേൾഡ്സ് ലാർജസ്റ്റ് മിറർ ബിൽഡിംഗ് ആയിട്ടുള്ള മറായ കൺസേർട്ട് ഹാളിലേക്കാണ്. ഇതാണ് നമ്മുടെ മറായ കൺസേർട്ട് ഹാൾ. മറായ ഒരു അറബിക് വേർഡ് ആണ് വിച്ച് മീൻസ് മിറർ. ഇങ്ങനെ വിട്ടുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ക്ലാഡിങ് കടിച്ചൊരു ബിൽഡിംഗ് പോലെ തോന്നുക. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ദ റിയൽ ബ്യൂട്ടി. നമുക്ക് കിട്ടിയ ബുക്കിംഗ് ടൈം നല്ലൊരു ടൈമായിരുന്നു. നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ളൊരു സമയത്താണ് കിട്ടിയത്. ഫിച്ചപ്പൊക്കെ ചെയ്യാൻ പറ്റി. മതി പോരി ഒരു പന്ത്. ഈ മണ്ണിന്റെ മലന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനൊരു ബിൽഡിംഗ് ആരും പ്രതീക്ഷിക്കും. മിററിലൂടെ ഇങ്ങനെ ഈ മലയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസം. ഇതിന്റെ ഉള്ളിൽ വലിയൊരു കൺസേർട്ട് ഹാൾ ആണ് ഉള്ളത്. ആൻഡ് കുറെ ആർട്ട് എക്സിബിഷൻ, ഡൈനിങ് ഏരിയാസ്, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഓരോ ഈവന്റ്സ് നടക്കുന്ന സമയത്താണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. സോ അതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇസ് ഓവർ. ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളെ നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. ഇവരിതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പൂളില്. കിച്ചണിൽ ചെന്നപ്പോ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാരും പുറത്തേക്ക് ഇറങ്ങി ഈ മസ്ർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമ്മൾ പോണത് കിച്ചണിന്റെ ബാക്ക് സൈഡിലേക്കാണ്. അവിടെ മൾബറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി നോക്കാം. ഫ്രഷ് ഫ്രഷ് സാധനം. നമുക്കൊന്ന് പറിക്കാം. മധുരണ്ട്. ഇതെന്താ? ഇത് അത്തിപ്പഴല്ലേ? അല്ലത് റുമ്മാനല്ലേ? വൈബോസ് കിട്ടോ. ഇതാണ് അത്തിപ്പഴം. ഇതാണ് റുമ്മാൻ ഉണ്ടാകുന്നത്. ഈ പൂണ്ടല്ലോ അത് മുല്ലപ്പൂ അല്ല. പക്ഷെ മുല്ലപ്പൂവിന്റെ അതേ മുല്ലപ്പൂവിന്റെ വെറൈറ്റി ആണോന്ന് അറിയില്ല. മുല്ലപ്പൂന് മണന്നെ. പക്ഷെ അത് നമ്മളെ നാട്ടിലെ മുല്ലപ്പൂവിന്റെ പോലെയല്ല. എന്ത് കാറ്റാടി ഗൈസ്. ഇത് വെച്ച് ലിപ്സ്റ്റിക് ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ ഒരു പ്ലേറ്റ് മൾബറി ഒക്കെ പറിച്ച് നമ്മളിതാ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സിമ്പിൾ ലഞ്ചാണ്, നല്ല നാടൻ ചോറൊക്കെ ആയിട്ട്. ആ സമയത്താ ഓക്കെ അങ്കിള് ഉള്ളിവടക്കുള്ള മാവൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പം ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇന്നത്തെ ലഞ്ച് നല്ല ചിക്കൻ പെരട്ടുണ്ട്, പരിപ്പ് കറിയുണ്ട്, ചോർ ആൻഡ് പപ്പടം. ഇതൊക്കെ കൈകി വെച്ച പാത്രങ്ങളാണ്. പപ്പടം and ചോറ്. ദ മെയിൻ താരം ബൈൻഡല്ല. അങ്ങനെ ഫൈനലി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് ഉള്ളിവടയൊക്കെ റെഡിയാക്കാം. ഇതിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ട് ഇപ്പം കഴിച്ചിട്ടോ ചൂടോടെ ചായന്റെ കൂടെ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കയ്യിൽ പിടിച്ചു. നമ്മൾ പോകുന്ന വൈക്കന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാനായപ്പം വല്ലാത്തൊരു ഫീലിംഗ് ആയി. കുറച്ച് ദിവസം നമ്മുടെ സ്വന്തം വീട് പോലൊക്കെ ഇങ്ങനെ നിന്ന സ്ഥലം. ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരുപാട് ചിരിച്ചിട്ടുള്ളൊരു ട്രിപ്പാണ്. പക്ഷേ അതിലുള്ള മെയിൻ ചിരിപ്പാർട്ടികൾ ഫുള്ള് ഓഫ് സ്ക്രീൻ ആയി. അതുകൊണ്ടാണ് ഇതിലൊന്നും വല്ലാണ്ട് കാണാത്തത്. ഏതായാലും ഈ ഒരു വീഡിയോ വൺ ഓഫ് മൈ കോർ മെമ്മറിയിൽ അവിടെ കിടക്കട്ടെ. അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. അൻറ്റിൽ ദെൻ, മഅസ്സലാമ.